ട്രംപിന്റെ താരിഫ് വരുമാനം അപകടത്തിലേക്ക്. അമേരിക്കയുടെ അഭൂതപൂർവമായ ബജറ്റ് കമ്മി നിയന്ത്രിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ധീരമായ തന്ത്രം ഇപ്പോൾ നിർണായകമായ ഒരു നിയമപരമായ തടസ്സം നേരിടുകയാണ്. സുപ്രീം കോടതി ഭരണകൂടത്തിനെതിരെ വിധി പുറപ്പെടുവിച്ചാൽ ഗണ്യമായ ഫെഡറൽ വരുമാനം സൃഷ്ടിച്ച താരിഫുകൾ രാജ്യത്തിന്റെ ധനകാര്യത്തെ കൂടുതൽ തകർച്ചയിലേക്ക് എത്തിക്കുന്നു. റിപ്പബ്ലിക്കൻ നികുതി ഇളവുകൾ, നിയന്ത്രണങ്ങൾ ഒഴിവാക്കൽ, കോർപ്പറേഷനുകളുടെയും വിദേശ രാജ്യങ്ങളുടെയും വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ എന്നിവ സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും ഫെഡറൽ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഭാവിയിലെ ഫെഡറൽ വായ്പാ ആവശ്യങ്ങൾ ലഘൂകരിക്കപ്പെടുമെന്നും ട്രംപും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഉൾപ്പെടെയുള്ള ഉന്നത സഹായികളും വാദിച്ചു. ഈ പ്രവചനങ്ങളുടെ സാധ്യതയെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ധർ ചർച്ച ചെയ്യുമ്പോൾ താരിഫുകൾ ഒരു പുതിയ വരുമാന പ്രവാഹം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ചുരുക്കം ചിലർ മാത്രമേ വാദിക്കുന്നുള്ളൂ. ട്രഷറി വകുപ്പിന്റെ ഡേറ്റ പ്രകാരം പ്രധാനമായും US ഇറക്കുമതിക്കാർ നൽകുന്ന കസ്റ്റംസ് തീരുവ 2025 സാമ്പത്തിക വർഷത്തിൽ ആകെ $165 ബില്യൺ ആയിരുന്നു. മുൻവർഷത്തേക്കാൾ $95 ബില്യൺ വർധനവ്. ഈ കുതിച്ചുചാട്ടത്തിന്റെ ഭൂരിഭാഗവും ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക്സ് പവേഴ്സ് ആക്ട് പ്രകാരം ചുമത്തിയ താരിഫുകളിൽ നിന്നാണ് വരുന്നതെന്ന് ബ്ലൂംബർഗ് ഇക്കണോമിക്സ് വിശകലനം കാണിക്കുന്നു. ഓഗസ്റ്റ് 29-ന് ഫെഡറൽ അപ്പീൽ കോടതി വിധി താരിഫുകൾക്ക് IEEPA ഉപയോഗിക്കുന്നതിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്തു. സുപ്രീം കോടതി ഭരണകൂടത്തിനെതിരെ വിധിച്ചാൽ ഇറക്കുമതിക്കാർക്ക് ഗണ്യമായ തുക സർക്കാർ തിരികെ നൽകേണ്ടി വരുമെന്ന് ബെസന്റ് മുന്നറിയിപ്പ് നൽകി. ഈ ആഴ്ച സംസാരിച്ച അദ്ദേഹം കോടതി വൈറ്റ് ഹൌസിനൊപ്പം നിൽക്കുമെന്നും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഈ വർഷത്തെ അധിക താരിഫ് വരുമാനം പ്രധാനമാണെങ്കിലും 2025 സാമ്പത്തിക വർഷത്തിലെ ആദ്യ 11 മാസത്തെ ഏകദേശം $2 ട്രില്യൺ ബജറ്റ് വിടവ് നികത്താൻ ഇപ്പോഴും കഴിയുന്നില്ല. ബെസന്റിന്റെ പ്രവചനങ്ങളെ പിന്തുണയ്ക്കുന്ന സാമ്പത്തിക വിദഗ്ധർ കണക്കാക്കുന്നത് നിലവിലെ താരിഫ് റൺ റേറ്റ് പ്രതിവർഷം $300 ബില്യൺ, US GDPയുടെ ഏകദേശം 1% എന്നിവ സൃഷ്ടിക്കുമെന്നാണ്. കമ്മി GDPയുടെ 6% കവിയുന്ന സമയത്ത് അടുത്ത ദശകത്തിൽ 3% കമ്മി എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതിന് ഈ വരുമാനം നിർണായകമാണ്. റൈറ്റ്സൺ ICAPയിലെ ചീഫ് ഇക്കണോമിസ്റ്റായ ലൂക്ക് റാൻഡൻ പറഞ്ഞു, സമയമാകുമ്പോൾ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വൈൽഡ് കാർഡ് മാത്രമാണിത്. കോടതി കേസ് ട്രഷറിക്കെതിരെ പോവുകയും ഭരണകൂടം കമ്മി ഉയരുന്നത് തുടരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നയപരമായ പ്രതികരണങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അവ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. നിയമപരമായ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെങ്കിലും ബോണ്ട് നിക്ഷേപകർ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഹ്രസ്വകാല ദീർഘകാല സെക്യൂരിറ്റികളിലെ വരുമാനം ഈ മാസം കുറയുന്നു. വരുമാന സ്രോതസ്സുകൾ നിലനിർത്തുന്നതിന് സെക്ഷൻ 232, 301 എന്നിവയുൾപ്പെടെ മറ്റ് എക്സിക്യൂട്ടീവ് അധികാരികളെ ഉപയോഗിച്ച് താരിഫ് ചട്ടക്കൂടിന്റെ ഭൂരിഭാഗവും പുനഃക്രമീകരിക്കുന്നു ട്രംപ് ഭരണകൂടം പരിഗണിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.